മധുരയിലെ മുരുക ഭക്ത സംഗമത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. സമ്മേളന വേദിയിലേക്ക് ജനപ്രവാഹം തുടരുകയാണ്. സമ്മേളന വേദിക്ക് അരികിൽ സജ്ജീകരിച്ചിരിക്കുന്ന 6 പടൈ വീടുകളുടെ മാതൃക ദർശിക്കാനെത്തുന്നത് പതിനായിരങ്ങളാണ്. മധുരയിൽ നിന്ന് അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മുരുകഭക്തരുടെ മഹാസംഗമത്തിന് വേണ്ടി മധുര ഒരുങ്ങിക്കഴിഞ്ഞു. മധുരയിൽ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് ഈ മുരുകഭക്തരുടെ മഹാസംഗമത്തിനായി ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. തിരുപ്പറംകുണ്ട്രം മുരുകക്ഷേത്രത്തിൻ്റെ ആ ഒരു മല, ആ മലയുടെയൊക്കെ മാതൃകയിലാണ് ഈ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള വേദി ക്രമീകരിച്ചിരിക്കുന്നത്. ആ സ്റ്റേജിൻ്റെ ക്രമീകരണം തന്നെ അത്തരത്തിലാണ്. വളരെ മനോഹരമായ രീതിയിലാണ് അതിൻ്റെ സ്റ്റേജ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഒരു മുരുകഭക്തരുടെ മഹാസംഗമത്തിൻ്റെ ഭാഗമായി ഈ മുരുകൻ്റെ 6 പടൈ വീടുകൾ ഒരു മാതൃക ഈ ഒരു പരിപാടി നടക്കുന്ന ഭാഗത്ത് ക്രമീകരിച്ചിരുന്നു. ആ 6 പടൈ മുരുകൻ്റെ 6 പടൈ വീടുകളുടെ മാതൃകയിൽ 6 വിഗ്രഹങ്ങളും അവിടെ പ്രതിഷ്ഠിച്ചിരുന്നു. ആ വിഗ്രഹങ്ങളെ ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ വിഗ്രഹങ്ങളുടെ പൂജ ഉൾപ്പെടെ ഉണ്ടാവും എന്നുള്ളതാണ്. ഏതായാലും മുരുകഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗമമായി ഇത് മാറുന്നു എന്നുള്ളത് തന്നെയാണ്. പല ഭാഗങ്ങളിൽ നിന്ന്, പല ദിക്കുകളിൽ നിന്നൊക്കെ ആളുകൾ ഈ അത്യപൂർവമായ മുരുകഭക്തരുടെ മഹാസംഗമം ഇത് കാണുന്നതിന് വേണ്ടി മധുരയിലേക്ക് ഒഴുകി വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മധുരയിലുള്ള വണ്ടിയൂർ ടോൾ പ്ലാസയുണ്ട്. ആ ടോൾ പ്ലാസയ്ക്ക് സമീപത്തായിട്ടാണ് ഇത്തരമൊരു പരിപാടി നടക്കുന്നത് എന്നുള്ളതാണ്. പരിപാടിക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ വലിയ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ അവസാനവട്ട ഒരുക്കങ്ങൾ കൂടെയാണ്. മലയാളികളായ ആളുകൾ ഉൾപ്പെടെ വോളണ്ടിയർമാരായിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിയിൽ നിന്നുള്ള വ്യക്തി ചേരുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എന്തെല്ലാം ക്രമീകരണങ്ങളാണ് ഈ പരിപാടിയോടനുബന്ധിച്ച് നടത്തിയിട്ടുള്ളത്? ഈ പരിപാടിയെക്കുറിച്ച് നടത്തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 6 ഇത് സാമ്യം ഇത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് തിരുപ്പറംകുണ്ട്രം, രണ്ടാമത്തത് തിരുപ്പറംകുണ്ട്രം, രണ്ടാമത് തിരുച്ചെന്തൂർ, ഇപ്പോൾ പളനി, തിരുത്തണി, പളമളച്ചോല, സാമിമല. ആ 6 പട വീട് 6 പട വീടാണ് ഇത് ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുരുകഭക്ത മഹാനാടാണ്. ഞാൻ വടക്കഞ്ചേരിക്കാരനാണ്. ഞാൻ കോയമ്പത്തൂർ മാർക്കറ്റിൻ്റെ ഹിന്ദു മുന്നണിയുടെ തുണை വൈസ് പ്രസിഡൻ്റാണ്. ഈ എത്ര ആളുകൾ വരുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഞങ്ങൾ ഒരു 10 ലക്ഷം പേരാണ്. 10 ലക്ഷം പേര് ഇവിടെ വൈകുന്നേരം 6 മണിക്ക് ഇവിടെ 10 ലക്ഷം പേരും വരുന്നുള്ളതാണ്. എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വരുന്നവർക്ക് കുടിക്കാനുള്ളതും ഭക്ഷണത്തിനും എല്ലാം ഉണ്ട്. അത് തന്നെയാണ്. ഏതായാലും നമുക്കിവിടെ ഒരുപാട് ഭക്തരെ ഇപ്പോൾ തന്നെ കാണാൻ സാധിക്കും. ഈ അതിരാവിലെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എവിടെ നിന്നാണ്? പാലക്കാട് നിന്നാണ്. പാലക്കാട് ഒലോക്കോട്. ഇങ്ങനെ ഒരു ഭക്തസംഗമം നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു വന്നു. ഞാൻ അതിൽ പൊറുപ്പാനുള്ള ആളാണ്, ഉത്തരവാദിത്തമുള്ള ആളാണ്. പിന്നെ അറിയുമല്ലോ. എത്ര മണിക്ക് എത്തിയാണ്? ഞാൻ ഇന്നലെ എത്തിയതാണ്. ഈ പരിപാടി 3 മണിക്കാണ് ആരംഭിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ അതിരാവിലെ തന്നെ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. അത് ചിലവർക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞങ്ങൾക്കൊക്കെ നേരത്തെ അറിയാം 3 മണിയാണ്. അപ്പോൾ അമ്പലങ്ങളൊക്കെ തൊഴുതിട്ട് വന്നു. ഇപ്പോൾ മധുരൈ മധ്യാഹ്നം 3 മണിക്കത്തെ പ്രോഗ്രാം ആണ്. ഇവിടെ 6 படை வீடு இது பண்ணி ஆர்கனைஸ் பண்ணி வச்சுருக்குறாங்க. அது ரொம்ப நல்லா இருந்துச்சு. அதை பார்க்கலாம்னு சொல்லி தான் இது பண்ணி வந்தோம். அதுக்கு முதலே பார்த்துட்டா நம்ம கூட்டம் வரும்போது பார்க்க முடியாது. 3 மணிக்கு இடம்போது திறக்க கூட்டம் அதுக்கு காண முடியாது. அது கொண்டு இப்போது வந்தது. ஸோ அந்த 6 படை வீடு முருகனை பார்த்துட்டு போகலாம், பக்கத்தில் இருந்து பார்க்கலாம்னு சொல்லி தான் வந்தது. 1 வாரமாக சிலை இருக்குது, விக்கிரகம் இருக்குது, கூட்டம் நிறைய இருந்தது, பார்க்க முடியல. இப்போ மாநாட்டில் அரேஞ்ச் பண்ணதை அப்படி பார்த்துட்டு சாமி ஆராதனை பண்ணிட்டு போகலாம். கூட்டம் வரதுக்கு முன்னாடி நல்லா பார்க்கலாம்னு சொல்லி காலையிலே நேற்று நம்ம அருப்புக்கோட்டையிலேருந்து வந்திருக்கோம். 6 படையை பார்க்கணும். வந்து பார்த்துட்டு தான் ஊர் போகணும் ஒரு முடிவில் இருக்கோம். 6 படை முருகனை பார்க்கணும்னு ரொம்ப ஆத்திரத்தோட காலையில் எழுந்திரிச்சு கிளம்புறேன். மாநாடு எப்படி பார்க்குறீங்க? மாநாடை பார்க்குறோம். எல்லாம் அதையும் பார்த்துட்டு போகலாம் தான் இருக்கோம். ஆனால் முருகன் நம்ம கண்டிப்பாக பார்க்கணும். 6 படைக்காக இந்த மாதிரி ஒரு மாநாடு கண்டக்ட் பண்ணுறது முருகன்றது ஒரு எமோஷன். எங்களுக்கு வந்து முருகன் வந்து கடவுள் மாத்திரம் இல்லை, அது ஒரு எமோஷன். எங்களுக்கு வந்து முருகன் வந்து எங்கள் கூட இருக்கிற ஆள் மாதிரி. அதுகொண்டு நாங்கள் இது பண்ணி வச்சுருக்கோம். எங்களுக்கு
അത് തന്നെയാണ്. ഏതായാലും ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇത്രയും അതിരാവിലെ തന്നെ എത്തിയിരിക്കുകയാണ്. അവരൊക്കെ ഈ ഒരു മുരുക ഭക്ത സംഗമത്തിൽ പങ്കെടുത്ത് ആറുപടൈ വീടുകൾ കണ്ട് ഭഗവാനെ കാണുന്നതിന് വേണ്ടിയാണ് ഇത്രയേറെ ആളുകൾ ഇത്രയും രാവിലെ തന്നെ ഈ ഒരു മുരുക ഭക്ത സംഗമം നടക്കുന്ന ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നത്.